ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു മൊമെൻറ്റം ട്രാക്കറാട്ടോ. മന്ത്ലി നമ്മൾ ഡെയിലി ഒരു മണിക്കൂറെങ്കിലും പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ മാസം തന്നെ 3 ദിവസം പഠിച്ചിട്ടില്ല, അതാണ് ആ കാണുന്നത്. പിന്നെ ബാക്കി എല്ലാ ദിവസവും 1 ഹവറെങ്കിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ PSC പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് മാത്രം എനിക്ക് കിട്ടിയ 2 സാധനങ്ങളാണ് ഈ കണ്ണടയും ഈ ഐ ഡ്രോപ്സും. ഐ ഡ്രോപ്സ് ഒഴിച്ചാലേ എനിക്ക് വീഡിയോ ക്ലാസ് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കണ്ണുവേദനയാണ്. ഇപ്പോൾ 3 നേരം ഇത് ഒഴിക്കണം. ഇപ്പോൾ അത് കഴിഞ്ഞു പോയി, ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ് ലാസ്റ്റ് ഇന്ന് നോക്കിയപ്പം ഇല്ല. പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ക്ലാസ്സസ് ഒന്നും കാണുന്നില്ല എന്ന് വെച്ച്. പിന്നെ രാവിലെ SCERTയുടെ ഒരു 10 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ, അത് കണ്ടു. പിന്നെ ഒന്നും കണ്ടില്ല. പിന്നെ ഇന്ന് പഠിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ടോപ്പിക്സാണ് ഇതൊക്കെ. അപ്പം നോട്ട്സ് വായിച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഞാൻ ആദ്യം പഠിക്കുന്നത് ഇംഗ്ലീഷ് ആട്ടോ. ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസിൻ്റെ അതാണ് പഠിച്ചത്. അത് ശരിക്കും പെട്ടെന്ന് കഴിയും. ഒരു 30 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നെടുത്ത് ചുമ്മാ വായിക്കുകയാണെങ്കിൽ തന്നെ അത് പഠിച്ചു കഴിയും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. പിന്നെ ഞാൻ ഈ പറയുമ്പം ശരിക്കും എനിക്ക് വാക്കുകളൊക്കെ ചിലപ്പോൾ കിട്ടത്തില്ല കേട്ടോ. കാരണം എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര പാടാണ്. പൊതുവേ ഇങ്ങനൊരു ഈ ഒരു ചാനൽ തുടങ്ങി വെച്ച് ഞാൻ സംസാരിക്കുന്നതെന്ന് തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഒട്ടും മോട്ടിവേറ്റഡ് അല്ലാതെ പഠിക്കാൻ പറ്റാതിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ നോക്കിയിട്ട് അവർ പഠിക്കുന്നത്, ഈ ബുക്കൊക്കെ എടുത്ത് ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കുന്ന ഏതെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് ഒരു 5 മിനിറ്റ് കണ്ടു കഴിയുമ്പം എനിക്കും തോന്നും പഠിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അതേപോലെ ഞാൻ എൻ്റെ വീഡിയോ ഇതേപോലെ കാണുമ്പോൾ ആരെങ്കിലും അതിൽ നിന്ന് ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കും പഠിക്കണമെന്ന് തോന്നി പഠിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അങ്ങനെ വിചാരിച്ച് ഞാൻ തുടങ്ങിയതാട്ടോ. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ 1:10 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 30 മിനിറ്റ്സും കൂടെ എടുത്ത് ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നീതി ആയോഗ് പഠിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുക. ഭയങ്കര ഒച്ച, പാട്ട്, നമ്മൾ ചെവി പൊട്ടുന്ന ഒച്ച, ഒന്നും വായിച്ചിട്ട് ദേഷ്യം വരിക. അപ്പോൾ കൊണ്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ച് ഇനി കഴിച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബുക്ക് അടച്ചു വെച്ചപ്പോൾ അവർ പാട്ട് നിർത്തി. പിന്നെ ഞാൻ അരമണിക്കൂർ എടുത്ത് ആ നീതി ആയോഗിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. പിന്നെ ഇത് പെട്ടെന്ന് തീരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇതും അരമണിക്കൂറിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. നമ്മളൊരു 2 തവണ വായിക്കുമ്പോൾ തന്നെ ഇത് പഠിച്ചു കഴിയും. ഈ ഒട്ടും മോട്ടിവേറ്റഡ് അല്ലാതെ ഒന്നും പഠിച്ചില്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ എടുത്ത് നോക്കാൻ പറ്റിയ 2 ടോപ്പിക്കുകളാണ് ഹ്യൂമൻ റൈറ്റ്സും ഈ നീതി ആയോഗും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ കലണ്ടറാണ് പഠിച്ചത്. കലണ്ടറിൻ്റെ ഒരു ക്ലാസ് കണ്ടു. കലണ്ടർ ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. ഒരു തവണ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത് എക്സാമിന് ഞാൻ അപ്ലൈ ചെയ്തപ്പം അത് കിട്ടിയില്ല എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് തുറന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതൊന്ന് പഠിക്കണം. ഒരു ഭാഗം ഇന്ന് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഠിച്ചത് പത്രങ്ങൾ എന്ന ടോപ്പിക്കാണ് കേട്ടോ. അത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഈ ചെറിയ ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് ഞാൻ വെച്ചതാണ്. കാരണം 2 ദിവസം പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്നെടുക്കുമ്പോൾ ഇന്നത്തെ എല്ലാ ടോപ്പിക്കും ടിക്ക് ചെയ്ത് നമുക്ക് ടു ഡു ലിസ്റ്റ് നോക്കുമ്പോൾ എല്ലാം പഠിച്ച പോലെ തോന്നുമല്ലോ. അപ്പം നാളെ നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കാം, അങ്ങനെ വിചാരിച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.